പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഞാൻ പാചകവുമായിട്ടാണ് വരിക. എന്നാൽ ഇന്ന് നമ്മുടെ ഉറ്റമിത്രമായ റോബോട്ടുമായിട്ടാണ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റോബോട്ട് നമുക്ക് അടിച്ചു വരാനും തുടയ്ക്കാനുമുള്ള സംവിധാനം ഇതിലുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് വെച്ചാൽ, ഈ ഒരു ബോക്സ് നമ്മൾ അടിച്ചു വരാനുള്ളതാണ് ഈ ഒരു ബോക്സ്. അപ്പോൾ ഇത് നമ്മൾ മെഷീൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ പൊടിയെല്ലാം ചെറിയ പൊടി വരെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിറയും. ചെറിയ പൊടികൾ വരെയും കട്ടിലിൻ്റെ അടിയിലും ഈ റോബോയ്ക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങളിലെല്ലാം ഇത് പോകും. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തിലേക്കും പോയി പൊടിയെല്ലാം വരും. അത് ഞാൻ കാണിച്ചു തരാം പൊടി എങ്ങനെയാണ് വരിക എന്ന്. അപ്പോൾ ഇത് ആ ഡസ്റ്റ്ബിന്നാണിത്. പിന്നെ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഒരു പാത്രമാണ്. ഇതിലൊരു 1/4 പാത്രം വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിനൊപ്പം തന്നെ താഴെ ഇതിൻ്റെ ഇവിടെ ഈ പാഡ് ഉണ്ട്, അതും ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് ഓടിക്കുമ്പോഴാണ് തുടച്ച് വരിക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് റിമോട്ടിൽ നമുക്കിത് ചെയ്യാം. ഇത് ചാർജിൽ വെച്ചാൽ മതി, ബാറ്ററി അല്ല, ചാർജറിൽ വെച്ചാണ് ഉപയോഗിക്കേണ്ടത്. കൂടുതൽ അഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ കൂടുതലായിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മളിത് അമർത്തിയാൽ മതി. സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് തന്നെ ഇത് പോകും. പിന്നെ അതേപോലെ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു നമുക്ക് ആ റൂമിലുള്ളത് മതി എന്ന് ആയതിനു ശേഷം ഹോമിൽ അമർത്തി കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചാർജറിൽ കയറും. ഞാനിനി വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ പൊടി ആദ്യം അടിക്കാൻ ചൂല് വെച്ച് നമ്മൾ തൂക്കുന്നതിന് പകരം ഈ സാധനം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം പതുക്കെ അടയ്ക്കുക. ഇനി ഞാൻ താഴെ വീഡിയോ കാണിച്ചു തരാം. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇതാണ്ട ടീപ്പോയുടെ അടിക്കൊക്കെ നല്ല അസലായിട്ട് പോകണുണ്ടോ. എല്ലാ റൂമിലേക്കും അത് തന്നെ പോയി അടിച്ചു വരിക്കൊള്ളും. ഒരു 6 മിനിറ്റ് മാത്രമേ നമ്മൾ ഇതുവരെ ഈ മെഷീൻ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര പൊടി വന്നു എന്ന് കാണിച്ചു തരാം. ചെറിയ ചെറിയ പൊടികൾ വരെ ഇതിൽ നന്നായിട്ട് വരും. അതേമാതിരി ഈ നെറ്റ് ഒരിക്കലും അങ്ങനെ കഴുകാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഇത്രമാത്രം പൊടി ഉണ്ടോ. ഒരു അല്പസ്ഥലം ഇതൊരിക്കലും നനയാൻ പാടില്ല കേട്ടോ. ഈ വെള്ളമൊന്നും ഇത് തൊടാൻ പാടില്ല, എപ്പോഴും ഡ്രൈ ആയി തന്നെ ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിലും നമ്മളുടെ റൂമിൽ ഇട്ടിട്ടുന്ന പൊടികളാണിതൊക്കെ. എത്ര അടിച്ച് വരും, നമ്മളുടെ ചൂല് കൊണ്ട് അടിച്ചാൽ ഇത്രയും ചെറിയ പൊടികൾ വരില്ല. ഇനി അടുത്തത് നമ്മൾ തുടയ്ക്കാനാണ് പോകുന്നത്. തുടയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഈ പാഡ് ആദ്യം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ 4 ഹോളുകളുണ്ട്, 4 അതിലേക്ക് ടൈറ്റാക്കി വയ്ക്കുക. അതിനുശേഷം വീണ്ടും മെഷീൻ തിരിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് വെള്ളം നിറച്ച ട്രേ പാത്രമാണ്. ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ വയ്ക്കുമ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ ഇതിനെ അടയ്ക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞു, പാഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ കൊണ്ടുപോയി ഈ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തുടയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി റിമോട്ടിൽ സ്റ്റാർട്ട് കൊടുക്കുക. നനവ് കാണുന്നില്ലേ ഹോളിൽ.
ഇപ്പം നമ്മൾക്ക് നിർത്താറാകുമ്പോഴേക്കും നമ്മൾ ഹോം എന്നുള്ള സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജറിൽ പോയി കയറുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത്. സാധാരണയായിട്ട് റൂമിൽ നമ്മൾ കാർപ്പറ്റും ചവിട്ടിയും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അതിൻ്റെ മുകളിൽ കൂടി ഇത് കിടക്കുമ്പോൾ വല്ലാത്തൊരു സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ആ 2 സാധനങ്ങൾ മാത്രം റൂമിൽ നിന്ന് മാറ്റിയിടുക. ബാക്കി ടേബിളിൻ്റെ അടിയും ബാക്കിയുള്ള ഭാഗമൊക്കെ അത് നന്നായിട്ട് പൊക്കോളും. ഇതാണ്ടോ, കുറച്ച് വെള്ളത്തിൻ്റെ ഉപയോഗമേ ഉള്ളൂ നമ്മൾക്ക് ഒരു റൂം മുഴുക്ക തുടയ്ക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു കാൽഭാഗമേ തുടച്ചിട്ടുള്ളൂ നിങ്ങളെ കാട്ടുന്നതിന് വേണ്ടിയിട്ട്. അതേമാതിരി അതുവരെയുള്ള അഴുക്കും. എന്നിട്ട് ഈ സാധനം, ഈ പാഡ് നമുക്ക് ബ്രഷ് വെച്ച് തേച്ച് കളയാം ഈ അഴുക്ക്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ. എല്ലാവരുടെ വീട്ടിലും ഓരോ റോബോട്ട് വാങ്ങുക. സാധനങ്ങൾ മാത്രമേ നമുക്ക് റോബോട്ടിന് ആവശ്യമായിട്ടുള്ളൂ. അധികം കറണ്ട് ആവില്ല റോബോട്ട് ഉപയോഗിക്കുമ്പോൾ.